Hi everyone, welcome back to our channel. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2 ആണ്. സോ മൊഡ്യൂൾ 2 ഓഫ് നമ്മുടെ ഫൗണ്ടേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. സോ ഇതിൽ ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ ആൻഡ് നമ്പേഴ്സ്, ഇൻഡിജർ റെപ്രസെന്റേഷൻ, ഡേറ്റ സ്റ്റോറേജ് യൂണിറ്റ്സ് ദാറ്റ് ഇസ് ബിറ്റ്, ബൈറ്റ്സ്, kilobytes, etc., ASCII and Unicode, CPU architecture and instructional set, basic CPU architecture, ALU, register, control units, instruction format and assembly language. Fetch, execute cycle and instruction execution. സോ ഇത്രയാണ് ഇതിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ യൂണിക്കോഡ്സ് വരെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം സി പി യു ആർക്കിടെക്ചർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ 2 പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. സോ ദിസ് ഈസ് അവർ പാർട്ട് 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയേണ്ടത് നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് ധാരാളം ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് ഉണ്ട്. ദാറ്റ് ഇസ് ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. സോ ഡെസിമൽ എന്ന് പറഞ്ഞാൽ ബേസ് 10 ആയിട്ടുള്ളതിന്റെയാണ് ഡെസിമൽ എന്ന് പറയുന്നത്. ഇനി ബൈനറി എന്ന് പറഞ്ഞാൽ എന്താ, ബേസ് 2 ആണ്. നമ്മൾ സീറോസ് വൺസ് വെച്ചിട്ട് മാത്രമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിൽ 0 to 1 2 3 9 വരെ നമുക്കുണ്ട് റേഞ്ച്. ഓക്കെ, ഇനി ഒക്ടൽ എന്ന് പറഞ്ഞാൽ 8 നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. 8 നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതിന്റെ ബേസ് എന്ന് പറയുന്നത് 8. ഇനി ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് ഉണ്ടാവും, അത് കഴിഞ്ഞ് A to F വരെ എന്താണ് ആൽഫബറ്റ്സ് ഉണ്ടാവും. നമ്മുടെ 10 മുതൽ 10 മീൻസ് A, B വരുമ്പോൾ 11, അങ്ങനെ ആൽഫബറ്റ്സും വെച്ചിട്ട് 16 നമ്പേഴ്സ് വരുന്നതാണ് എന്ത്, ഹെക്സാഡെസിമൽ നമ്പേഴ്സ്. സോ അതിന്റെ ബേസ് വരുന്നത് 16. അപ്പൊ ഇതൊരു ജനറൽ ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പർ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ ആൻഡ് നമ്പർ. എന്താണ് ഈ ബൈനറി? സോ നമ്മുടെ നമ്പർ സിസ്റ്റത്തിലെ ബേസ് 2 ഉള്ളത് ആണ് നമുക്ക് എന്ത് പറയുന്നത്, ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ 0യും 1ഉം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ മോസ്റ്റ്ലി കമ്പ്യൂട്ടറിന്റെ ഓപ്പറേഷൻസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിന് 2 സ്റ്റേറ്റാണ് നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സിന് അറിയുള്ളൂ. ദാറ്റ് ഇസ് ഓൺ ആൻഡ് ഓഫ്. ഓൺ മീൻസ് എന്താണ്, 1ഉം, ഓഫ് മീൻസ് 0യാണ്. നമ്മൾ കൂടുതൽ ഇലക്ട്രോണിക്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ 0യും 1ഉം വെച്ചിട്ടുള്ള കുറെ ഓപ്പറേഷൻസ് ആയിരിക്കും ചെയ്യുന്നത്, ഇലക്ട്രോണിക് ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നവരാണെങ്കിൽ. ഓക്കെ, ഇനി വൈ ഡു കമ്പ്യൂട്ടർ യൂസ് ബൈനറി ബേസ് 2, ദാറ്റ് ഇസ് ബൈനറി നമ്പേഴ്സ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക്സിലൊക്കെ യൂസ് ചെയ്യും. ഹാർഡ്വെയറിന്റെ ഡിസൈനിങ്ങിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്, ഈ ഒരു സീറോസും വൺസും വെച്ചത്. അപ്പൊ 1 മീൻസ് ഹൈ വോൾട്ടേജും 0 മീൻസ് ലോ വോൾട്ടേജും ആണ്. ഡിസൈനിങ് ദ സർക്യൂട്ട് വിത്ത് 2 സ്റ്റേറ്റ്സ് ഇസ് മച്ച് സിംപ്ലർ ദാൻ ഹാൻഡ്ലിംഗ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്. അപ്പൊ 2 സ്റ്റേറ്റ് ഉള്ളെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. കുറെ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി റിലയബിലിറ്റി. കാരണം എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം 0യും 1ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ എറേഴ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഈസിലി നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും പറ്റും. ഇനി കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. കാരണം ഇതിൽ നമുക്ക് ലോജിക്കൽ ഗേറ്റ്സ് യൂസ് ചെയ്യും. നമ്മൾ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്നവരാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിലും നമുക്ക് ഫർദർ സെമസ്റ്റേഴ്സിലൊക്കെ വരും ഡിജിറ്റൽ സർക്യൂട്ട്സ്. കാരണം ആൻഡ്, ഓർ, നോട്ട്, ഈ ഗേറ്റ് ഒക്കെ ലോജിക്കൽ ഗേറ്റ്സിനെ ഒക്കെ പറ്റിയിട്ട് പഠിക്കാനുണ്ടാവും. ഓൾറെഡി +1 കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ ഈ ഒരു ഗേറ്റ്സിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടാവും. ഓക്കെ, ഇനി മെമ്മറി ആൻഡ് സ്റ്റോറേജ്. മെമ്മറി ആൻഡ് സ്റ്റോറേജ് മീൻസ് എഫിഷ്യന്റ്ലി നമുക്ക് മെമ്മറി യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഈച്ച് ബിറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനും പറ്റും. ഇനി യൂണിവേഴ്സൽ മീൻസ് എന്താണ്, എല്ലായിടത്തും ഇത് തന്നെ യൂസ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലോകത്ത് എല്ലായിടത്തും ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് പഠിക്കൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി കുറച്ച് ന്യൂമറിക്കൽ കാര്യങ്ങൾ ഈ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ബൈനറി നമ്പറിനെ എങ്ങനെ ഒരു ഡെസിമൽ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം? ബൈനറി മീൻസ് എന്താണ്, 0യും 1ഉം മാത്രമേ ഉള്ളൂ. ഡെസിമൽ മീൻസ് 0 to 9 നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെ ഈ 1ഉം 0യും ഉള്ള ഒരു നമ്പറിന് നമുക്ക് ഡെസിമൽ നമ്പർ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, 2ന്റെ പവേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ വേറെ കാണിക്കാം. 1 1 1 എന്നെടുക്കാം. സോ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നോക്കാം. നമ്മൾ പണ്ട് ഇത് ചെയ്യത്തില്ലേ, എന്താണ്, പ്ലേസ് വാല്യൂ ഒക്കെ എഴുതുന്ന ഒരു സിസ്റ്റം ഇല്ലേ, അതുപോലെ. അപ്പൊ ഇവിടെ 3 നമ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ 2 raised to 0, 2 raised to 1, 2 raised to 2 ഈ ഒരു പ്ലേസ് വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 1 into 2 raised to 2 plus 1 into 2 raised to 1 plus 1 into 2 raised to 0. So 2 raised to 2 means എത്ര, 4 plus 2 raised to 1 means 2, 2 raised to 0, 2 raised to 0 എത്രയാണ്, 0 ആണ്. So 0. 4 plus 2 that is 6. അപ്പൊ ഈ 1 1 1 എന്ന് എഴുതുന്ന നമ്പർ എന്താണ്, 6 എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം. അണ്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഈ ഒരു
പ്രോബ്ലംസ് മാത്രം ചെയ്യുന്നതായിട്ട് ഇടാം വിത്ത് മോർ എക്സാമ്പിൾസ്. ഓക്കെ, നമുക്ക് ഇതിൽ തിയറി കവർ ചെയ്യാൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം ന്യൂമറിക്കൽസിലോട്ട് കടക്കുന്നില്ല. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കാനുള്ള ഒരു ന്യൂമറിക്കലേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ കമന്റ് ചെയ്താൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ന്യൂമറിക്കൽസ് കൂടുതലായിട്ടും ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കിയേ, നമുക്കിവിടെ പ്ലേസ് വാല്യൂസ് ഇട്ട് കൊടുക്കാം. 2:0, 2:1, 2:2, 2:3. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 1 into 2:3 plus 0 into 2:2 plus 1 into 2:1 plus 0 into 2:0. അപ്പൊ 2 3s are 8, 0 into something is 0, 1 into 2 is 2 and 0 into 2:0 is 0. So നമുക്ക് എത്ര കിട്ടും, 8 plus 2 10. അപ്പൊ 10 to the power of 10, base of 10. ഓക്കെ, ബേസ് 10 എന്ന് എഴുതിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ഇതൊരു ഡെസിമൽ നമ്പർ ആണ് എന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി തിരിച്ചുകൊണ്ട് ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ ബൈനറി ആക്കാം. അപ്പൊ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തെങ്കിൽ നേരെ തിരിച്ച് ഡിവിഷൻ ചെയ്താൽ എന്ത് കിട്ടും, ബൈനറി നമ്പർ കിട്ടും. സോ ബൈനറി നമ്പർ കിട്ടാനായിട്ട് നമുക്കിപ്പോ 13 ബേസ് ഓഫ് 10 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 13 നമ്മൾ എന്ത് ചെയ്യുക, 2 വെച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. സോ എത്ര കിട്ടും, 6 2s are 12. ഇവിടെ ഒരു 1 കിട്ടി റിമൈൻഡർ. ഈ 1 എന്ന് പറയുന്നത് റിമൈൻഡർ ചെയ്താൽ. ഓക്കെ, ഇനി നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന കോഷ്യന്റ് വെച്ചിട്ട് ചെയ്യാം. അടുത്തത് വീണ്ടും 2 വെച്ചിട്ട് 3 2s are 6 അല്ലെ. അപ്പൊ നമുക്ക് 0 കിട്ടി ഇല്ലേ. ഇനി 3 വെച്ചിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം 2ന്. ഇവിടെ 0 കിട്ടി, ആ 0 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ 1 എഴുതി. ഓക്കെ, ഈ 6 ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, ഈ 3 ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 1 2s are 2, ഇവിടെ 1 കിട്ടി, ആ 1 നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, ഇനി 1 ഡിവൈഡഡ് ബൈ ഈ ഒരു 1 യൂസ് ചെയ്തിട്ട് നമ്മൾ 2നെ ഒന്നും കൂടി ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും അല്ലെ. സോ റിമൈൻഡർ നമുക്ക് എത്ര വരും, 1 തന്നെ വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഇത് 2 ഡിവൈഡഡ് ബൈ 1 അത് നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന കോഷ്യന്റും കൂടി നമ്മൾ എടുത്ത് എഴുതണം. സോ ഇവിടെ എടുക്കുന്ന വാല്യൂവും കൂടി നമ്മൾ ഇങ്ങോട്ട് തന്നെ ഡയറക്ട്ലി എടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബോട്ടം ടു ടോപ്പ് ഇതിനെ എഴുതാം. എന്ന് പറഞ്ഞാൽ 1 1 0 1 എന്ന് എഴുതാം. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ബോട്ടം ടു ടോപ്പ് എടുത്ത് എഴുതണം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഡെസിമലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടുത്തൊരു 14 ബേസ് 10 ഒന്ന് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഗൂഗിളിൽ ഇതിന്റെ ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്യുക. സെയിം ഫോർമാറ്റിൽ കിട്ടണ്ടോ, ആൻസർ കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 54 ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്യുക. നിങ്ങൾക്ക് ബേസ് കിട്ടുന്നുണ്ടോ, മീൻസ് നിങ്ങൾക്ക് ആ ഒരു എങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നതെന്നുള്ളത് കിട്ടുന്നുണ്ടോന്ന് നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടും കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊരു വീഡിയോ കൂടി ചെയ്തിട്ട് ഒന്നും കൂടി പഠിക്കാം. ഓക്കെ, ഇനി റെപ്രസെന്റേഷൻ ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് എങ്ങനെയാണ്. നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടല്ലേ, നെഗറ്റീവ് സൈൻ ഉണ്ട്, -1. ഈ നമ്പേഴ്സ് ഒക്കെ എങ്ങനെ പറഞ്ഞ 3 മെത്തേഡിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ 5 എടുക്കാം. 5ന്റെ ബൈനറി എങ്ങനെ എഴുതണം എന്ന് നമുക്കൊന്ന് നോക്കാം. 5ന്റെ ബൈനറി എഴുതുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 2 അല്ലെ. സോ 2 4 1 1 കിട്ടി. ഇനി 2 വെച്ചിട്ട് 2 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 1 2s are 2 2 1. ഇനി 2 ഡിവൈഡഡ് ബൈ 1 ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ 1 എടുക്കുക, പിന്നെ ഇവിടെ 0 ആണ്, സോറി. സോ എങ്ങനെ എഴുതാ, 1 0 1 1. ഞാൻ വേറൊരു കളർ വെച്ചിട്ട് മാർക്ക് ചെയ്യാം അതിന്. ദാറ്റ് ഈസ് ഈ ഒരു നമ്പർ 1 0 ആൻഡ് 1. സോ ഇതാണ് 5 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ്. അപ്പൊ 1 0 1 ആണ് ബൈനറി 5. ഇനി പോസിറ്റീവ് ആണെങ്കിൽ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. പോസിറ്റീവിന് എന്തുണ്ട്, ഒരു O ഉണ്ടല്ലോ നടുക്ക്. സോ 0. ഓക്കെ, പോസിറ്റീവിന് 0, നെഗറ്റീവിന് 1 ആണ്. പോസിറ്റീവ് പഠിച്ചാൽ നെഗറ്റീവ് കിട്ടും. പോസിറ്റീവിന് 0 ആയതുകൊണ്ട് എന്താ, ആ ഒരു 0 ആണെന്ന് എപ്പോഴും ഓർക്കുക. പോസിറ്റീവിന് 0, പോസിറ്റീവ് നമ്പർ ആണ്. +5 ആണ് എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ 0 ഇട്ട് കൊടുക്കുക. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് നമ്പർ ആണ്. ഇനി -5 ആണെങ്കിൽ ഈ 0ക്ക് വരെ ഒരു എക്സ്ട്രാ 1 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്കറിയാൻ പറ്റും അത് നെഗറ്റീവ് നമ്പർ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി വൺസ് കോംപ്ലിമെന്റ് എപ്പോഴും ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നതാണ്. സോ നമ്മളിപ്പോ ഇൻവേർട്ടിങ് ഓൾ ദ ബിറ്റ്സ്, അതാണ് ഓപ്പറേഷൻ വരുന്നത്. കാരണം ഇപ്പൊ 5 എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം, +5 ആണ് എഴുതണമെന്ന് വിചാരിച്ചു. 0 1 0 1 അല്ലെ. ഇനി അതിനെ -5 ആക്കണമെങ്കിൽ ജസ്റ്റ് 0s ഉള്ളിടത്ത് 1ഉം 1 ഉള്ളിടത്ത് 0. 0 ആണെങ്കിൽ 1 1 ആണെങ്കിൽ 0 0 ആണെങ്കിൽ 1 1 ആണെങ്കിൽ 0. സോ ഇങ്ങനെ ചെയ്യുന്നതും എന്താണ്,
ഒരു നെഗറ്റീവ് റെപ്രസെന്റേഷൻ ആണ്. കൺഫ്യൂഷൻ ആകണ്ട, കാരണം ഓരോ സ്റ്റെപ്പും ഡിഫറെന്റ് ആണ്, ഓരോ മെത്തേഡ്സും ഡിഫറെന്റ് ആണ്. ഇനി വൺസ് കോംപ്ലിമെന്റ് മീൻസ് ടൂസ് കോംപ്ലിമെന്റ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുക, അതിനുശേഷം ഒരു 1 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അഡീഷൻ നിങ്ങൾ പഠിക്കണം. ജസ്റ്റ് ഞാൻ ഇപ്പൊ ടൂസ് കോംപ്ലിമെന്റ് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അഡീഷൻ ഓക്കെ, അപ്പൊ ബൈനറി അഡീഷൻ ആണെങ്കിൽ 0 + 0 0 0 + 1 1 എന്ന് പറഞ്ഞപ്പോ ട്രൂ ഓർ ഫാൾസ് അങ്ങനത്തെ രീതിയില. ഇത് ഫാൾസ്, ട്രൂ ആൻഡ് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. 1 + 0 1. അപ്പൊ എവിടെയൊക്കെ ഒരു 1 വന്നിട്ടുണ്ട് അവിടെയൊക്കെ 1 ആണ് ആൻസർ. 2 1 വന്നാൽ മാത്രം എന്താ 0 with a carry 1, 0 with a carry 1. Okay, ഇനി 1 + 1 + 1 means 1 with a carry 1. Okay, 1 ഇത് 0 with a carry 1, ഇതാണെങ്കിൽ 1 with a carry of 1. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിയത് എങ്ങനെയാ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ 1 0 1 1 1 1 0 1 എന്ന് എഴുതാം ഇങ്ങനെ. സോ 1 + 1 എന്താ പറഞ്ഞത്? 1 + 1 എന്ന് പറഞ്ഞാൽ എന്താ 0 with a carry of 1. അപ്പൊ 0 with a carry of 1. 1 + 1 എന്താണ്? 0 with a carry of 1. 0 ആണ്, with a carry of 1 ഉണ്ട്. സോ 0 + 0 means 0 തന്നെയാണ് അല്ലെ? അപ്പൊ with a carry 1 ഇവിടെ പോയി. സോ ഇവിടെ എന്താ 0 with a carry 1. ഇനി 1 + 1 is 0 with a carry 1. 1 + 1 + 1 1 with a carry of 1. സോ ഇതിന്റെ ആൻസർ നമ്മൾ നോക്കണമെങ്കിൽ ദാറ്റ് ഇസ് കണ്ടോ 1 1 0 0 0. അപ്പൊ ഇതില് നിങ്ങൾ പഠിക്കേണ്ടത് ഈ 5 ഓപ്പറേഷൻസ് മാത്രമാണ്. ഈ 5 റൂൾസ് പഠിച്ച് ഈസിലി ചെയ്യാൻ പറ്റും. ആ ഒരു റൂൾസ് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മൾ ആ കോംപ്ലിമെന്റിന്റെ ടൂസ് കോംപ്ലിമെന്റിന്റെ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഇപ്പൊ 5 ഇല്ലേ, 5 എഴുതണം എങ്ങനെയാണ്? 0 1 0 1 അതാണ് +5 എന്ന് എഴുതുന്നത്. അപ്പൊ ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് ഫസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് ചെയ്യുക. സോ 1 0 1 0 ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് വൺസ് കോംപ്ലിമെന്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആഡ് 1 അല്ലെ? സോ ഇതിന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുക. 0 + 1 1 1 0 1. സോ ഇതും എന്താണ്? -5 ആണ്. സോ ഇതാണ് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ്. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി ഡേറ്റ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? അപ്പൊ ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് സ്മോൾ യൂണിറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ ബിറ്റ് യൂസ് ചെയ്യും. പിന്നെ ബൈറ്റ്, ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. പിന്നെ കിലോ ബൈറ്റ്, 1 KB is equal to 124 bytes. മെഗാബൈറ്റ് ഉണ്ട്, വാട്ട് ഇസ് 1 MB is equal to 124 KB. ജിഗാബൈറ്റ് ഉണ്ട്, ദാറ്റ് ഇസ് 124 MB. സോ ബിറ്റ്, പിന്നെ ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഓർക്കാം. BB KM KMG. ഓക്കെ, അങ്ങനത്തെ ഒരു കോഡ് വെച്ച് പഠിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ പ്രാക്ടിക്കലി ടെക്സ്റ്റ് ഫയൽസ് നമ്മൾ KB-യിലായിരിക്കും മോസ്റ്റ്ലി യൂസ് ചെയ്യുക. ഇമേജ് ഒക്കെ ആണെങ്കിൽ MB ആയിരിക്കും. വീഡിയോസ് ആണെങ്കിൽ GB-യിലൊക്കെ ആയിരിക്കും ഉള്ളത്. ഇനി ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ സ്റ്റോറേജിൽ നമ്മൾ ടെക്സ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ക്യാരക്ടേഴ്സിനെ എൻകോഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബൈനറി നമ്പർ യൂസിങ് എ സ്റ്റാൻഡേർഡ് കോഡാണ് ആസ്കി ഓർ യൂണിക്കോഡ്. ആസ്കി മീൻസ് ഇപ്പൊ A എന്ന് പറയുന്ന ഒരു ലെറ്ററിന് ആസ്കി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 1 0 0 0 0 1. അപ്പൊ ലോകത്തെ എല്ലായിടത്തും ഒരു A എന്ന് പറഞ്ഞൊരു ബൈനറി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? ഈ ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് കാണാപ്പാടം പഠിക്കാനൊന്നുമല്ല പറയുന്നത്, ഫോർ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇമേജ് ആണെങ്കിൽ നമുക്കറിയാം പിക്സൽസിലായിരിക്കും, ഗ്രിഡ് പിക്സൽസിലായിരിക്കും ഉള്ളത്. ഇനി ഓഡിയോ ആണെങ്കിലും എന്താണ്? സാമ്പിൾഡ് ആൻഡ് ക്വാണ്ടിറ്റൈസ്ഡ് ഇൻ ടു ബൈനറി വാല്യൂസ്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ആണ് അതിന്റെ അകത്ത് നടക്കുന്നത്. കാരണം നമ്മൾ ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പല കൺവേർഷൻസും ഉള്ളിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ആസ്കി? ദാറ്റ് ഇസ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഓഫ് ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. നമ്മളൊരു ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഒരു സ്റ്റാൻഡേർഡ് കോഡാണ് ആസ്കി എന്ന് പറഞ്ഞത്. സോ 7 ബിറ്റ് ആണ് എൻകോഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ 128 ക്യാരക്ടേഴ്സ് ഉണ്ട്, അപ്പർ ഉണ്ട്, ലോവർ ക്യാരക്ടേഴ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്. ഇനി A ആണെങ്കിൽ 65 66 ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ വാല്യൂ ആണ് നമ്മൾ 100 വലിയൊരു വാല്യൂ കണ്ടില്ലേ അത്. ഇനി സ്മോൾ A ആണെങ്കിൽ വേറൊരു വാല്യൂലാണ്, സ്പേസിനാണെങ്കിൽ 32 എന്ന് പറയുന്ന നമ്പേഴ്സിലായിരിക്കും എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് ലിമിറ്റേഷൻ ഉണ്ട്? ആസ്കിക്ക് ആകെ 128 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇംഗ്ലീഷ് അല്ലാത്ത ക്യാരക്ടേഴ്സിന്, നോൺ ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് ഒന്നും റെപ്രസെന്റ് ചെയ്യാനും പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് യൂണിക്കോഡ് വന്നിരിക്കുന്നത്. സോ യൂണിക്കോഡ് ആസ്കിയുടെ ലിമിറ്റേഷൻസ് സോൾവ് ചെയ്യാനാണ്. അപ്പൊ ഇതിനൊരു യൂണിവേഴ്സൽ എൻകോഡിംഗ് സിസ്റ്റം ഉണ്ട് ഫോർ ഓൾ ലാംഗ്വേജസ് ആൻഡ് സിമ്പിൾ. ഇത് 1.1 മില്യൺ ക്യാരക്ടേഴ്സിന് വരെ സപ്പോർട്ട് ചെയ്യും. ഇനി യൂണിക്കോഡ് 8
ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ലെങ്ത് എൻകോഡിംഗ് 1 to 4 ബൈറ്റ്സിലാണ് നടക്കുന്നത്. പിന്നെ UTF-16 എന്ന് പറഞ്ഞാൽ 2 to 4 ബൈറ്റ്സ് പെർ ക്യാരക്ടർ, UTF-32 എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ്സ് പെർ ക്യാരക്ടേഴ്സ് എന്നുള്ള റേഞ്ചിൽ. ഇനി ഇതിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് സപ്പോർട്ട് ആവും, ഹിന്ദി, ചൈനീസ്, അറബിക് ഇതൊക്കെ സപ്പോർട്ട് ആവുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ എസെൻഷ്യൽ വെബ് ആപ്ലിക്കേഷൻസിനും ടെക്സ്റ്റ് പ്രോസസ്സിങ്ങിനും സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ നമ്മൾ യൂണിക്കോഡ്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. ഇനി നമ്മുടെ ആസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഹലോ എന്ന് പറയുന്ന ഒരു വേർഡ് എഴുതുകയാണെങ്കിൽ എച്ച് എന്ന് പറഞ്ഞാൽ 72, ഇ എന്ന് പറഞ്ഞ ഈ ഒരു നമ്പർ ആണ്, എൽ ഇതാണ്, ഓ. അപ്പൊ നമ്മൾ ഒരു ബൈനറിയിൽ നമ്മളിപ്പോ ഹലോ എന്ന് പറയുന്ന ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ ആയിരിക്കും നമ്മുടെ റിസീവറിനോട്ട് എത്തുന്നത്. അത് അവിടെ കഴിഞ്ഞിട്ട് ഡീകോഡ് ചെയ്തിട്ടാണ് നമുക്ക് ഹലോ എന്ന് പറഞ്ഞ് കിട്ടുക. ഇപ്പൊ നമ്മളൊരു സെൻഡർ സെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഇതിനെ എൻകോഡ് ചെയ്തിട്ട് ഈ ഒരു ഫോർമാറ്റിലോട്ട് ആക്കും. അതിനുശേഷം അവിടെ ഡീകോഡിങ് സംഭവിച്ച് നമുക്ക് വിസിബിൾ ആവുന്നത് ഈ ഹലോ ആയിരിക്കും. ഓക്കെ, സോ ഇതിന് ഇങ്ങനെയാണ് ഇപ്പൊ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി യൂണിക്കോഡ് മീൻസ് ഇപ്പൊ നമസ്തേ എന്ന് പറയുന്ന ഒരു ഹിന്ദി വേർഡ് UTF-8 പ്രകാരം ആണെങ്കിൽ ഇതിനെ പല രീതിയിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു വാല്യൂ ആയിരിക്കും എന്ത് നമുക്ക് ഡിസ്പ്ലേ ആവുന്ന ഈ നമസ്തേ എന്ന് പറയുന്ന ഈ ഒരു ഹിന്ദി വേർഡ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ്. അപ്പൊ ഇതിൽ ബേസ് ചെയ്തിട്ട് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. സിൻസ് നിങ്ങൾക്ക് വേറെ ഇതിന് മുമ്പത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. തന്നെ ചോദിക്കണമെന്നില്ല, ഈ ഒരു ടോപ്പിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ചേർത്തുകൊണ്ടാണ്. സോ വൈ കമ്പ്യൂട്ടർ യൂസസ് ബൈനറി, എന്തുകൊണ്ടാണെന്ന് അറിയാലോ, നമ്മൾ ആ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു. ഇനി ബൈനറി, ഹൗ ഡസ് ഇറ്റ് ഫോംസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഡിജിറ്റൽ സിസ്റ്റം, ഇതൊക്കെ നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്താൽ. പിന്നെ സൈൻ മാഗ്നിറ്റ്യൂഡ്, 1's കോംപ്ലിമെന്റ്, 2's കോംപ്ലിമെന്റ്, അതൊരു നമ്പർ വെച്ചപ്പോൾ നമ്മൾ 5ന്റെ എക്സാമ്പിൾ കൊടുത്തില്ലേ, അത് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ 5 എടുക്കുക, അതിന്റെ ബൈനറി ചെയ്താൽ, അതിന്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് ചെയ്താൽ, 1's കോംപ്ലിമെന്റ് ചെയ്താൽ, 2's കോംപ്ലിമെന്റ് ഇങ്ങനെയാണ് ഇത് എഴുതി വെക്കുക. ഇനി ഷോർട്ട് നോട്ട് ഓൺ ഡാറ്റ സ്റ്റോറേജ് യൂണിറ്റ്, ദാറ്റ് ഇസ് ബീറ്റ്, ബൈറ്റ്, കിലോബൈറ്റ്, ആ ഒരു നമ്മളൊരു പാറ്റേൺ പറഞ്ഞില്ലേ, അത് പഠിക്കാം. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ബൈനറി, അത് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, പിന്നെ കൺവേർട്ട് ചെയ്യാൻ, ഡെസിമൽ ആക്കാൻ, അഡീഷൻ ചെയ്യാൻ, ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്തപ്പോൾ കാണിച്ചതാണ്. 2's കോംപ്ലിമെന്റ് എഴുതാൻ, ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇവിടെ ഞാനൊരു 2 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കൺവേർട്ട് ദ ഡെസിമൽ ഓഫ് 25 ചെയ്യുന്നത് എങ്ങനെയാണ്? 25 ഡിവൈഡഡ് ബൈ 2. സോ 12 2s are 24 അല്ലെ, അപ്പൊ 1 കിട്ടി. ഇനി 12 ഡിവൈഡഡ് ബൈ 2, 6 2s are 12, 0. ഇനി 6 ഡിവൈഡഡ് ബൈ 2, 3 2s are 6, 0. ഇനി 3 ഡിവൈഡഡ് ബൈ 2, 1 2s are 2, 1. ഇനി 2 ഡിവൈഡഡ് ബൈ 1, അപ്പൊ 1 ഇങ്ങനെ എടുക്കുക, ബാക്ക് ട്രാക്ക് ചെയ്തെടുക്കുക. 1 1 0 0 1. സോ ബാക്കിലോട്ട് എടുക്കുമ്പോൾ 1 1 0 0 1. സോ അതാണ് നമ്മുടെ 25യുടെ ബൈനറി. എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ, പെട്ടെന്ന് കഴിയും. ഇനി ബൈനറി പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യണം എന്നേ ഉള്ളൂ. ഇനി ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്ത് ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്? എല്ലാത്തിന്റെ മുഖത്ത് 2:0, 2:1, 2:2, 2:3, 2:4. അപ്പൊ 2:4 into 1 16, 2:3 into 1 8, ഇവിടെ 0, 2:1 2, പിന്നെ ഇവിടെ 0, അപ്പൊ 26 base of 10. ഓക്കെ, ഇനി 2's കോംപ്ലിമെന്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഈ ഒരു -7ന്റെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് 7 എഴുതാം. 7ന്റെ കണ്ടുപിടിക്കാനായിട്ട് 7 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 3 2s are 6, 1. 3 ഡിവൈഡഡ് ബൈ 2, 1 അല്ല 2 1 2s are 2, 1. Then 2 1, that is 1 1 1 1 1 1 ആണ് നമുക്ക് 7 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുന്നു. 1 1 1. ഇനി -7 ആണെങ്കിൽ എന്ത് ചെയ്യാ? പോസിറ്റീവിനാണ് എന്തുള്ളത്? 0 ഉള്ളത്. അപ്പൊ നെഗറ്റീവിനാണെങ്കിൽ 1. അപ്പൊ ഒരു എക്സ്ട്രാ 1ഉം കൂടി ഇടാം. ഓക്കെ, അപ്പൊ പോസിറ്റീവ് 1, സോറി, നമുക്ക് പോസിറ്റീവ് 7 കൂടി എഴുതിയിട്ട് നമുക്ക് അതിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഈ ഒരു 7 പോസിറ്റീവ് 7 ആണെന്ന് കാണിക്കാൻ ഒരു എക്സ്ട്രാ 0 ഇടാം. 1 1 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്മൾ 1's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. 1's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുമ്പോൾ 0 1 ആക്കുക, 1 0 ആക്കുക, 1 0 0 ആയി. ഇനി എന്ത് ചെയ്യുക? ആഡ് 1 to the 1's കോംപ്ലിമെന്റ്. ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഇവിടെ 1 0 0 1. സോ നമ്മുടെ ആൻസർ കിട്ടി. -7ന്റെ ആൻസർ എന്താണ്? -7 is equal to 1 0 0 1 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻസർ.
സോ വൺസ് കോംപ്ലിമെന്റ് ആണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ ബൈനറി അഡീഷനെ പറ്റിയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്. ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ കൂടുതൽ പ്രോബ്ലംസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡ്യൂൾ കഴിഞ്ഞൊരു തേർഡ് വീഡിയോ ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ് പറയുന്നത്. ഈ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിലോട്ടുള്ള ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റുകാർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അവരിത് നല്ലോണം ബേസ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു.